പഴയൊരു സിനിമാ ഗാനം അല്പം മാറ്റിപ്പാടാം എന്ന് വിചാരിക്കുന്നു. ശൈലജ ടീച്ചറെ കാട്ടിലെ കയക്കുന്നു, ദുഷ്ടനാം പിണറായി വീണ്ടും ഇന്നിതാ, ദുഷ്ടനാം പിണറായി വീണ്ടും. ശൈലജ ടീച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം. ആളുകൾക്ക് പൊതുവെ അവരെ ഇഷ്ടമാണ്, സ്നേഹമാണ്, താല്പര്യമാണ്. ഇവർ വലിയൊരു ഭരണകർത്താവാണ് എന്ന് വിചാരിച്ചിട്ടുള്ള കുറേ ആളുകളിലും നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ പാഠവത്തെക്കുറിച്ചൊക്കെ എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ CPM-ലെ സീരിയസ് ആയിട്ടുള്ള ഒരു വനിതാ നേതാവാണ് ശൈലജ ടീച്ചർ. ഒരു പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കായി പോകും എന്ന് ആളുകൾ ധരിച്ചിരുന്ന അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിരുന്ന ഒരു നേതാവും കൂടിയാണ്. ആരോഗ്യവകുപ്പിലിരുന്നപ്പോൾ ഇവർക്ക് ഭയങ്കര ഗ്ലാമറായി. അവരുടെ ഭരണകാലത്താണ് നിപ്പ വന്നത്, അതുപോലെ കൊറോണ വന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ക്രെഡിറ്റ് ഇവർക്ക് കിട്ടി. ആ കാലത്തുണ്ടായിരുന്ന കൊള്ളരായ്മകളൊക്കെ വേറെ ആൾക്കാരുടെ അക്കൗണ്ടിൽ പോയി, നന്മകളും മേന്മകളും ഒക്കെ ഇവരുടെ അക്കൗണ്ടിൽ വരും. അങ്ങനെ ഈ ടീച്ചർ ഒരു വലിയ സംഭവമാണ് എന്ന് ഇവരുടെ സ്തുതിഗായകർ, യക്ഷകിന്നര ഗന്ധർവന്മാർ പാടിപ്പോഴ്ത്തി. അങ്ങനെ ടീച്ചർ ഒരു ഗ്ലാമറിലെത്തി. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ടീച്ചറായിരിക്കും എന്നൊക്കെ ചില വിദ്യാമ്പർമ്മന്മാരെ അടിച്ചു. അങ്ങനെ ആരെങ്കിലും കുറിച്ച് പറഞ്ഞാൽ അവൻ്റെ കാര്യം അധോഗതിയാണ്. കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ ഈ നാട്ടിലുള്ള ബാക്കി പാർട്ടിക്കാരും സ്വന്തം പാർട്ടിയിലുള്ള വിമതന്മാരും വിരുദ്ധന്മാരും എല്ലാം കൂടി സംഘടിച്ച് അവരെ ഭസ്മമായി കളയും. അപ്പം ഇത് തന്നെ ടീച്ചർക്ക് സംഭവിച്ചു. ടീച്ചർ മട്ടന്നൂർ മത്സരിച്ചു, വലിയ ഭൂരിപക്ഷത്തോട് ജയിച്ചു. വേറൊരു അപകടം കൂടി സംഭവിച്ചു. പിണറായി വിജയന് കിട്ടിയേക്കാളും വലിയ ഭൂരിപക്ഷം ടീച്ചർക്ക് കിട്ടി. അപ്പോൾ ചില ആളുകൾ അപ്പം തന്നെ പറഞ്ഞു, പിണറായിക്ക് ശേഷം ടീച്ചറാണ്. സംഗതി ചോറായില്ലേ. മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ എല്ലാവരും കരുതി ടീച്ചറെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിട്ടില്ല, ആഭ്യന്തരമന്ത്രി ആയിട്ടിട്ട് പിന്നെ ടീച്ചർ ഒരു ഭരണരി. പിണറായി സഖാബിന് പ്രായമായി, അനാരോഗ്യമുണ്ട്. അപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞ് സഖാബ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. അപ്പോൾ ടീച്ചർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. നല്ല രസമായില്ലേ. പിണറായി വിജയൻ്റെ എല്ലാ അസുഖവും മുഖ്യമന്ത്രി കസേരയിലേക്കുമ്പോൾ മാറും. അങ്ങനെ അദ്ദേഹം 5 കൊല്ലം ജില്ലയായിട്ട് കേരളം ഭരിക്കും. എന്ന് മാത്രമല്ല, ടീച്ചറെ മന്ത്രിസഭയിൽ എടുത്തില്ല, ആരോഗ്യവകുപ്പും കൊടുത്തില്ല, ആഭ്യന്തര വകുപ്പും കൊടുത്തില്ല, ഒരു വകുപ്പും കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ടീച്ചർക്ക് റമോൺ മക്സാസെ അവാർഡ് ഫിലിപ്പീൻസ് സർക്കാർ കൊടുക്കാൻ ആലോചിച്ചു. അപ്പോൾ സഖാക്കൾ പറഞ്ഞു, അത് മേടിക്കാൻ പാടില്ല, അത് ബോർഷോ അവാർഡാണ്. ആ അവാർഡ് പിണറായി സഖാബിന് കിട്ടാത്തിടത്തോളം കാലം, അല്ലെ അദ്ദേഹത്തിൻ്റെ മരുമകന് കിട്ടാത്തിടത്തോളം കാലം ടീച്ചർ മേടിക്കാൻ പാടില്ല. ടീച്ചർ പാവും, വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ വാങ്ങിക്കില്ല എന്ന് ടീച്ചർ പ്രഖ്യാപിച്ചു. അതും കഴിഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു കാര്യമില്ല, പാവ ടീച്ചറെ കുട്ടി വടകര നിർത്തി. അവിടെ ഞാൻ ഷംസീർ തോറ്റ സീറ്റാണ്, P. ജയരാജൻ തോറ്റ സീറ്റാണ്. അവിടെ ഈ ടീച്ചർ എങ്ങനെ ജയിക്കാൻ? അവിടെ ടീച്ചർ മത്സരിച്ചു. ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പല വികൃതികളും ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടായത്. ഈ ഷോട്ടൊന്നും വെറുതെ ഉണ്ടായതല്ല. അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വന്നാൽ അതിൻ്റെ പരിണതഫലം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവരൊന്നും അല്ല വടകരയിലുള്ള സഖാക്കൾ. അവർ ടീച്ചർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഷാഫിയുടെ ഭൂരിപക്ഷം വർദ്ധിച്ചു. അഥവാ ടീച്ചറുടെ പരാജയം ഭയാനകമായി. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ടീച്ചർ വിചാരിച്ച പാവം മട്ടന്നൂർ മത്സരിക്കാം, വീണ്ടും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാം. പിണറായി വിജയൻ ഇന്നല്ലെങ്കിൽ നാളെ മയ്യത്താവൂലോ, അപ്പോൾ നമുക്ക് ഒരു കൈ നോക്കാം എന്നാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചർ മനസ്സിൽ കണ്ടത് ഈ പിണറായി വിജയൻ മാനത്ത് കണ്ടു. അവിടെ ഒരു യുവ നേതാവിന് സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. നമ്മുടെ ഡിഫിയുടെ സംസ്ഥാന സെക്രട്ടറി സനോജ് എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. ഈ സനോജിനെ കണ്ടപ്പോഴാണ് നമുക്ക് ആർഷോ എത്ര പാവമാണെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ജെക്സി തോമസ് എത്ര പാർലമെന്ററിയായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര വിനയാന്വിതനായിട്ടാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഡബിൾ റഹീം എത്ര വലിയ വിദ്യാഭ്യാസ പാരംഗതനാണ് നമുക്ക് മനസ്സിലായത്. കാരണം സനോജിനോട് കിടപിടിക്കാൻ വേറൊരാളിന്ന് കേരള രാഷ്ട്രീയത്തിലില്ല. എന്നാൽ സനോജിന് ഡിഫിക്കൽട്ടായിട്ടൊരു സീറ്റ് കൊടുക്കാം. അങ്ങനെയല്ലേ, ചെറുപ്പക്കാരാകുമ്പോൾ ടഫായിട്ടുള്ള സീറ്റിൽ മത്സരിച്ച് ജയിക്കാൻ ശ്രമിക്കുക. ഇരിക്കൂർ മത്സരിക്കുക, അല്ലെങ്കിൽ പേരാവൂർ മത്സരിക്കുക, അതല്ലെങ്കിൽ കണ്ണൂർ ടൗൺ മണ്ഡലത്തിൽ നിർത്തുക. അവിടെയൊക്കെ ഫൈറ്റ് ചെയ്ത് ജയിച്ചു വരട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെയല്ലേ. സനോജിനെ ഒരു തളികയിൽ വെച്ച് മട്ടന്നൂർ സീറ്റ് സമ്മാനിച്ചു. അപ്പോൾ ടീച്ചർക്ക് സീറ്റിലുണ്ടായി. ടീച്ചർക്ക് ഉടനെ തന്നെ ടീച്ചറെ പഴയ സീറ്റുണ്ടല്ലോ, പേരാവൂർക്ക് പോയിക്കൊള്ളട്ടോ. പേരാവൂർ പഴയ പേരാവൂരല്ല. ടീച്ചർ പണ്ടൊരിക്കൽ പേരാവൂർ മത്സരിച്ചിട്ട് ജയിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ടീച്ചർ മത്സരിച്ച പേരാവൂർ ഒരു കോൺഗ്രസ് മണ്ഡലമായിരുന്നു. എത്രയോ കാലം പേരാവൂർ MLA KP നൂർദീനായിരുന്നു. പിന്നെ നൂർദീൻ ഒരു തവണ ചെറിയ വ്യത്യാസത്തിൽ തോറ്റപ്പോഴാണ് കോൺഗ്രസ് എസിലെ ഒരു കുഞ്ഞാമ്മദ് ജയിച്ചത്. ഒരു ടൈമിലെ കുഞ്ഞാമ്മന് കിട്ടിയില്ല. അടുത്ത ടൈമിൽ വീണ്ടും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി AD മുസ്തഫ ജയിച്ചു, പ്രൊഫസർ AD മുസ്തഫ. അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ
2006 എന്നാണ് എൻ്റെ ഓർമ്മ. 2006 തെരഞ്ഞെടുപ്പിൽ AD മുസ്തഫയെ കോൺഗ്രസ്സുകാർ തന്നെ വില വെച്ചു. അങ്ങനെയാണ് ടീച്ചർ ജയിച്ചത്. AD മുസ്തഫ കരുണാകരൻ്റെ നോമിനിയായിട്ട് MLA ആയ ആളാണ്. കരുണാകരൻ DIC ഉണ്ടായിട്ട് പോയപ്പോൾ മുസ്തഫ പോയില്ല. മുസ്തഫ ആത്മാർത്ഥ കോൺഗ്രസ്സുകാരായിട്ട് മാതൃസംഘടനയിൽ ഉറച്ചു. എന്നാൽ മുസ്തഫയ്ക്ക് ഒരു പണി കൊടുക്കണം എന്ന് കരുണാകരൻ തീരുമാനിച്ചു. നൂർദീനിട്ട് വേല വെച്ചവനാണ് മുസ്തഫ എന്ന് മുസ്തഫയ്ക്ക് ഒരു പണി കൊടുക്കണമെന്ന് A ഗ്രൂപ്പുകാരും വിചാരിച്ചു. അങ്ങനെയാണ് മുസ്തഫ തോറ്റത്. അഥവാ ടീച്ചർ ജയിച്ചത്. ടീച്ചറുടെ മേൻമോണ്ടി ജയിച്ചല്ല. അത് ടീച്ചർക്ക് അറിയാമോന്ന് എനിക്കറിയില്ല. ഏതായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ അപ്പോഴത്തേക്ക് വേറൊരു സംഭവം. 2011 ആകുമ്പോഴത്തേക്ക് മണ്ഡല പുനർവിഭജനം നടന്നത് മാത്രമല്ല, മാർക്സിസ്റ്റുകാർക്ക് പ്രാമുഖ്യമുള്ള ചില പ്രദേശങ്ങൾ അടുത്ത മണ്ഡലത്തിൽ ലഭിച്ചു. ഈ മണ്ഡലത്തിൽ പേരാവൂർ മണ്ഡലത്തിൽ കുടിയേറ്റക്കാരുടെ മേഖല മാത്രമായി. അങ്ങനെ ടീച്ചർ വലിയ മത്സരം നടത്തിയെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ KPC പ്രസിഡന്റ് ഫണ്ണി ജോസഫ് അന്ന് ജയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫിന്റെ ഭൂരിപക്ഷം അടച്ചു. ടീച്ചർ അപ്പോഴേക്കും മട്ടന്നൂർക്ക് മാറി. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് മനോജ് കുര്യൻ ആണ് ഈ സണ്ണി ജോസഫിന്റെ എതിരായിട്ട് മത്സരിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് മാത്രം നോക്കിയാൽ മതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ എന്ത് സംഭവിച്ചത്? പേരാവൂർ സീറ്റിൽ സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞൊരു സഖാവിനെ മത്സരിച്ചു. ഈ സഖാവിന് വേണ്ടിയിട്ട് മാർക്സിസ്റ്റുകാർ മാത്രമല്ല പ്രവർത്തിച്ചത്. പേരാവൂരിനെ ഈ ക്രിസ്ത്യൻ കുടിയേറ്റക്കാരുടെ ഇന്ന് മോചിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള അവിടുത്തെ പ്രബുദ്ധരായ മുസ്ലിം ലീഗുകാരും അതിനേക്കാൾ കൂടുതലായിട്ട് പോപ്പുലർ ഫ്രണ്ടുകാരും അതിനേക്കാൾ അധികമായിട്ട് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഓവർ ടൈം വർക്ക് ചെയ്യും സക്കീർ ഹുസൈന് വേണ്ടിയിട്ട്. പക്ഷേ എന്നിട്ടും സക്കീർ ഹുസൈൻ ജയിച്ചില്ല. ജയത്തിൻ്റെ അടുത്തുവരെ എത്തി. പക്ഷെ അവസാനം സണ്ണി ജോസഫ് തന്നെ ജയിച്ചു. അങ്ങനെയുള്ള പേരാവൂർക്കാണ് പുനർവിഭജനം കഴിഞ്ഞ പേരാവൂർക്കാണ് പാവം ശൈലജ ടീച്ചറെ ഇത്തവണ ഇവർ വിക്ഷേപിച്ചിട്ടുള്ളത്. നല്ല രസമായില്ലേ? ടീച്ചർ ഒരു 15,000 വോട്ടിനെങ്കിലും തോറ്റില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ടീച്ചർ അവിടെ എന്താണ് ഉണ്ണിയാർച്ചയെ പോലെ അരയും തലയും ഉറുമി ചുടച്ച് അങ്കത്തട്ടിൽ പ്രവേശിക്കുക. വാടകരയിൽ ഉണ്ടായേക്കാളും ഗംഭീരമായ തോൽവിയായിരിക്കും പേരാവൂര് സംഭവിക്കാൻ പോകുന്നു. ടീച്ചർക്ക് അറിയാമോ അറിയില്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും എനിക്കറിയാം. ഞാൻ ഉറപ്പിച്ചു പറയും, ടീച്ചർ പേരാവൂര് ജയിക്കണമെങ്കിൽ വളരെ ദുഷ്കരമായിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഷ പറഞ്ഞ കാക്ക മലർന്നു ചെരിഞ്ഞു കമന്നു എങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ടീച്ചർക്ക് പമ്പിച്ച പരാജയം ആശംസിക്കുന്നു. സണ്ണി ജോസഫ് ജയിക്കാനും അദ്ദേഹം കേരളത്തിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പിന്റെ ചുമതലയോടി മന്ത്രിയാകാനുള്ള എല്ലാ സാധ്യത നിലനിൽക്കുന്നു. കുടിയേറ്റക്കാരെ എങ്ങനെയെങ്കിലും ഇയാളെ ജയിപ്പിച്ചിട്ട് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള താല്പര്യത്തിൽ നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഈ ജിഹാദികളും UDFന് പിന്തുണയാണ്. അപ്പോൾ ടീച്ചറുടെ പരാജയം 15,000-ൽ നിൽക്കും, അത് 25,000-ലേക്ക് പോകുമോ എന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ സംശയമുള്ളൂ. ഏതായാലും വരാനുള്ളത് വഴി തങ്ങില്ല. ടീച്ചർക്ക് വമ്പിച്ച പരാജയം ആശംസിക്കും.